ഇന്ന് കൊച്ചി വാട്ടർ മെട്രോയുടെ ഫോർട്ട് കൊച്ചി സർവീസ് ഇന്നു മുതൽ തുടങ്ങുന്നു. സന്തോഷമുള്ള കാര്യമാണ്. കേരളം മുഴുവൻ ഈ മെട്രോ സർവീസ് വ്യാപിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. 10 മണിക്ക് ഇന്ന് ഹൈക്കോടതി പരിസരത്ത് നിന്നാണ് ആദ്യ സർവീസ് ആരംഭിക്കുക. 40 രൂപയാണ് നിരക്ക്. ഫോർട്ട് കൊച്ചിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇത് വലിയ കരുത്താകുമെന്നാണ് മെട്രോ പറയുന്നത്. വിഷ്ണു സുരേഷ് ഹൈക്കോടതി പരിസരത്തുണ്ട്. മെട്രോയുടെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. ഫോർട്ട് കൊച്ചിയിലാണ് വിഷ്ണു സുരേഷ് ഉള്ളത്. വിഷ്ണു സുരേഷ്, ഗുഡ് മോർണിംഗ്. പറയൂ, ഫോർട്ട് കൊച്ചിയിലൂടെ മെട്രോ സർവീസ് നടത്തുന്നതോടെ വലിയ മാറ്റം ഉണ്ടാകുമെന്നല്ലേ പറയുന്നത്? എസ്കെൻ, വലിയ സന്തോഷം, അഭിമാനകരമായ നേട്ടത്തിലേക്ക് മെട്രോ കടക്കുന്നു. വാട്ടർ മെട്രോ കടക്കുന്നു. വാട്ടർ മെട്രോയുടെ ഫോർട്ട് കൊച്ചി ടെർമിനൽ ഇന്ന് 10 മണിയോടുകൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഏറ്റവും ആദ്യം വാട്ടർ മെട്രോ എത്തുമെന്ന് പ്രതീക്ഷിച്ചത് ഫോർട്ട് കൊച്ചിയിലേക്കാണെങ്കിലും പക്ഷേ സാങ്കേതിക കാരണങ്ങളാൽ വൈകി. ഇപ്പോൾ അത് പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ആ പ്രശ്നങ്ങൾ നിലവിൽ ഫോർട്ട് കൊച്ചിയിലേക്ക് വാട്ടർ മെട്രോ എത്തുന്നു. കഴിഞ്ഞ വർഷം 2023 വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ചത്. 3 റൂട്ടുകളിലായിരുന്നു ആദ്യഘട്ടത്തിലെ സർവീസ്. പിന്നീട് കഴിഞ്ഞ മാസം അത് ചേരാനെല്ലൂരിലേക്ക് വ്യാപിപ്പിച്ചു. ഇപ്പോൾ ഇതാ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ നിലവിൽ 5 റൂട്ടുകളിലാണ് വാട്ടർ മെട്രോ സർവീസ് നടത്തുന്നത്. 14 ബോട്ടുകളുണ്ട്. ഫോർട്ട് കൊച്ചിയിലേക്ക് വാട്ടർ മെട്രോ എത്തുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് വികസനങ്ങൾക്ക് അത് മുതൽക്കൂട്ടാകും. ഫോർട്ട് കൊച്ചി എറണാകുളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹബ്ബാണ് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ ഫോർട്ട് കൊച്ചി നിവാസികളോട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാമെന്ന് തോന്നുന്നു. ഈ വാട്ടർ മെട്രോ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ഫോർട്ട് കൊച്ചിയുടെ ഒരു വികസനത്തിന് അത് മുതൽക്കൂട്ടാവും? ഫോർട്ട് കൊച്ചിന്റെ വികസനത്തിന് നല്ലൊരു മുതൽക്കൂട്ട് തന്നെയാണ്. കാരണം വേൾഡിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. അതുകൂടെ ടൂറിസ്റ്റുകളും ഒത്തിരി വരുന്നുണ്ട്. അത് നല്ലൊരു നിലപാടാണ്. ടൂറിസ്റ്റ് മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും. കാരണം ഹൈക്കോർട്ട് പരിസരത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വിദേശികൾക്ക് എത്തുന്നതിന് വളരെ എളുപ്പത്തിൽ സാധ്യമാകും. അത്യാധുനിക രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ട്രയൽ റൺ പൂർത്തിയാക്കിയിട്ടുണ്ട്. 40 രൂപയാണ്, അതായത് വളരെ സാമാന്യമായ ടിക്കറ്റ് നിരക്കാണ്. അധികം കാര്യമായ ടിക്കറ്റ് നിരക്ക് ഒന്നും തന്നെ ഇല്ല. അങ്ങനെ വാട്ടർ മെട്രോ പുതിയൊരു ചുവടുവയ്പ്പിലേക്ക് കടക്കുന്നു. 38 റൂട്ടുകളാണ് വാട്ടർ മെട്രോയുടെ പൂർണ്ണ തോതിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുക. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ത്യക്ക് മുൻപിൽ വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഗതാഗത സംസ്കാരമായി കൊച്ചിയിലെ ഈ വാട്ടർ മെട്രോ മാറും എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. എന്തായാലും മെട്രോയ്ക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് നീളുമ്പോൾ എല്ലാ ആശംസകളും നേരുന്നു. ശരിക്കും നമ്മുടെ ഈ നദികളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ കായലുകളിലൂടെ പുഴയോരങ്ങളിലൂടെയൊക്കെ തന്നെ ഇത്തരം സർവീസുകൾ ആരംഭിക്കണം. പാരലായി നമ്മുടെ റെയിൽവേക്കും റോഡ് ഗതാഗതത്തിനും പാരലായിട്ട് അത്തരം ഒരു സർവീസ് ഉണ്ടാകട്ടെ. ഒരുപാട് ആളുകൾക്ക് സൗകര്യം ഉണ്ടാകും. മാത്രമല്ല നമ്മുടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഒരുപാട് വിനോദസഞ്ചാരികൾക്കും ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയും. വാട്ടർ മെട്രോ വളരെ ലാഭകരമായി തന്നെ പോകുന്നു എന്നാണ് ഏറ്റവും അവസാനം നമ്മുടെ അതിൻ്റെ MD കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്. സന്തോഷമുള്ള കാര്യമാണ്.